എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ സമാപന ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഈ ആഴ്ച മുഴുവനും കർത്താവിൻ്റെ വലിയ വിശ്വസ്തത നമ്മുടെ ഓരോ കാര്യങ്ങളിലും കാണാൻ കർത്താവ് ഇടയാക്കി. വിശുദ്ധനായ പരിശുദ്ധനായ ദൈവം തൻ്റെ വിശുദ്ധിയിലും തൻ്റെ കൃപയിലും നമ്മെ വഴി നടത്തി. പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയും, ബുദ്ധിയിലും ജീവിക്കാൻ കഴിയും. എന്നാൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട ദൈവ വചനപ്രകാരം വീണ്ടും ജനിച്ച ഒരാൾക്ക് വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയും. അല്ലാത്തവരെല്ലാം ബുദ്ധിയിൽ ജീവിക്കും. രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ട്: ബുദ്ധിയിലുള്ള ജീവിതവും വിശ്വാസത്തിലുള്ള ജീവിതം. ബുദ്ധിയിലുള്ള ജീവിതം മൊത്തം കണക്കുകൂട്ടലാണ്. 1+1 = 2, 3 × 3 നമുക്കറിയാം, 2 × 2 4+4 കണക്കുകൂട്ടലുകൾ. എല്ലാ കണക്കുകളും നമുക്കറിയാം, ഇത്രയൊക്കെ വരുള്ളൂ. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കണക്കുകൂട്ടലുകൾ ബുദ്ധിയുടെ കണക്കുകൂട്ടലുകളെ അതിജീവിക്കും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാരാജ്യവുമായി മാറും. ഒരുവൻ 1000-ത്തെയും ഇരുവർ 10,000-ത്തെയും ഓടിക്കും. മറ്റൊരു കണക്കുണ്ട്. അതായത് ബുദ്ധിയുടെ കണക്കിനെ അതിജീവിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ കണക്ക്. അതാണ് അഹരോന്റെ വടി തളിർത്തത്. തലേ ദിവസം കൊണ്ടുവന്ന ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അരികിൽ വെച്ച അഹരോന്റെ വടി 12 മണിക്കൂറിനുള്ളിൽ തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. മാനുഷിക കണക്കുകൂട്ടൽ ഒരു 5 വർഷം എടുക്കും അതിൽ ഫലമുണ്ടാകാൻ. ആ വടി കിളിർത്ത് ഒരു മരമായി ഫലമാകാൻ. എന്നാൽ 12 മണിക്കൂറിനുള്ളിൽ വിശ്വാസത്തിൻ്റെ ജീവൻ അതിൽ വ്യാപരിച്ചു. ഇതുപോലെയാണ് ദൈവപ്രവർത്തികളെല്ലാം. ബുദ്ധിയുടെ ജീവിതവും വിശ്വാസത്തിൻ്റെ ജീവിതവും രണ്ടും രണ്ടാണ്. ബുദ്ധി കൊണ്ട് ജീവിക്കാം, സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച് തീരും. എന്നാൽ വിശ്വാസ ജീവിതം അത് ആർക്കും ഒരാളെക്കുറിച്ചും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. വിശ്വസിക്കുന്ന ഒരാൾ ആരായി തീരുമെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തികളുടെ വിശ്വാസത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ അളവ് വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിപരമായ ജീവിതത്തേക്കാൾ എത്രയോ മടങ്ങാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കണം, ബുദ്ധിമാനോ ബുദ്ധിയിൽ ജീവിക്കണം. അതുകൊണ്ട് ഇത്തിരി ബുദ്ധി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, വിശ്വാസത്തിൽ കുറവ് വരാതെ ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോയാൽ മതി. വിശ്വാസം ദൈവത്തിൽ ഇരുന്ന് പ്രാപിക്കേണ്ട ഒന്നാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്. ഒരു വ്യക്തി കർത്താവിനെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ വ്യക്തിയുടെ ആരാധന. ഒരു പാട്ട് പാടുമ്പോൾ പോലും വേണമെങ്കിൽ ആ പാട്ട് നോക്കി നിൽക്കാം. എന്നാൽ ആ പാട്ടിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ നിറവുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇന്ന് എന്നിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇന്ന് എന്നിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ്
ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ഇന്ന് എന്നിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ഇന്ന് എന്നിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും. രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാൻ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാൻ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശു അത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷഫലു തകർന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷഫലു തകർന്നതാകയാൽ. ഇനി തല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാൽ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഈ ആഴ്ച മുഴുവനും നമ്മൾ ചിന്തിച്ചത് വിധിയെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ്. നാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മെ ഉയർത്തുന്നതാണ് വിശ്വാസമെന്ന് പ്രാരംഭത്തിൽ കേട്ടു. അപ്പോൾ പലരുടെയും മനസ്സിൽ ഇങ്ങനെയുണ്ട്, ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ വിധിച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ നാട്ടുഭാഷയെ പറയും, ഇതൊക്കെ ഞങ്ങളുടെ വിധിയാണ്, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. എന്നാൽ വ്യത്യാസം വേദപുസ്തകം ഒരു ദൈവ പൈതലിന് ഇപ്പോൾ കൊടുക്കുന്നത്, വിശ്വസിക്കുന്നവൻ്റെ വിധികൾ തീരുമാനിക്കുന്ന ദൈവമാണ്. അതവൻ്റെ വിളിയാണ്. പൗലോസ് ജാതികൾക്ക് ഒരു പ്രകാശമാകുമെന്ന് ആരും ചിന്തിച്ചില്ല. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിധി അതായിരുന്നു. അപ്പോൾ ജാതികൾക്ക് പ്രകാശമാകേണ്ടവനാണ് സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നത്. വിധികളെ മാറ്റിമറിച്ചത് പഴയ നിയമത്തിൽ പലരുടെയും വിശ്വാസമാണെന്നും ബൈബിളിൽ കാണുന്നു. അതിലൊരു വ്യക്തിയാണ് ദാനിയേൽ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ചിലരെ കാണാം, രാജവിധികളെ പോലും വിശ്വാസം കൊണ്ട് മാറ്റിമറിച്ചവരുണ്ട്. ദാനിയേൽ പ്രവചനം 6:10 അതിൽ ഇങ്ങനെയാണ്, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 നേരം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അവൻ്റെ പതിവ് അവൻ മുടക്കാതെ ദൈവസന്നിധിയിൽ
ദാനിയേൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ ജന്മസ്വഭാവമൊന്നുമല്ല. പ്രാർത്ഥന ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന ഒന്നാണ്. അപ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ പരമ്പരാഗതമായി തുടരുന്ന ഒന്നാണ് പ്രാർത്ഥന. അത് ആ കുടുംബത്തിൻ്റെ മതപരമായ ഒരാചാരവുമാണ്. അവരുടെ കുടുംബത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് തന്നെ പ്രാർത്ഥന പരിശീലിപ്പിക്കും. അത് 3 നേരം, അതിൽ കൂടുതൽ നേരം. യഹൂദൻ്റെ ആരാധന 3 നേരമാണെങ്കിൽ 3 നേരം അവർ പ്രാർത്ഥിക്കും. അതാണ് ദാവീദ് പറയുന്നത്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അപ്പം 3 നേരം എന്നുള്ള പ്രാർത്ഥന യഹൂദനെങ്കിൽ മറ്റ് ചില മതങ്ങളിൽ 5 നേരമാണ്. എന്നാൽ യഹൂദ മതം 3 നേരം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ ദാനിയേലിൻ്റെ അകത്ത് ഇതൊരു മതമായി കയറിയിട്ടില്ല. ഇതവൻ്റെ തലമുറയായി കിട്ടിയ കുലത്തൊഴിലുമല്ല, പിന്നെയോ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അതൊരു പ്രാർത്ഥന പോലും വിശ്വാസത്തിൽ നിന്നല്ലെങ്കിൽ അത് പാപമാണ്. വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രാർത്ഥന സ്വർഗത്തെ തുളച്ച് കടന്ന് ചെല്ലുന്നതാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന അത് ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, അത് ദൈവസന്നിധിയിലേക്ക് തുളച്ച് കടന്ന് ചെല്ലുന്നതാണ്. ദാനിയേൽ ലക്ഷ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നവനാണ്. അടിമ ബാലനായിരുന്ന ദാനിയേൽ രാജ്യത്ത് രാജാവ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ പുറകിൽ അവൻ്റെ വിജയ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അവനിൽ ഉളവായത് അവനിലുണ്ടായിരുന്ന ദൈവിക വിശ്വാസത്തിൽ നിന്നുണ്ടായി വന്നതാണ്. നമ്മിൽ ഉള്ള വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അതാണ് വിജയം കൊണ്ടുവരുന്നത്. എന്നാൽ വിശ്വാസമില്ലെങ്കിലും പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യുന്നത് പാപമാണെന്ന് ബൈബിൾ പറയുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന, വിശ്വാസമില്ലാത്ത ആരാധന, വിശ്വാസമില്ലാത്ത കൂടിവരവുകൾ, ഇതെല്ലാം അത് ദൈവത്തിന് മഹത്വമല്ല, ദൈവത്തിന് കൂടുതൽ സ്തുതിയല്ല അതിലുണ്ടാകുന്നത്. അതെല്ലാം ദൈവത്തിന് കൂടുതൽ നാണക്കേടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മിലുള്ള മാനുഷികമായ പ്രാർത്ഥനകളും മാനുഷികമായ ഫെലോഷിപ്പുകളും അത് നാം എന്നേക്കുമായി അതിനോട് യാത്ര പറഞ്ഞ് വിശ്വാസത്താലുള്ള കൂടിവരവുകളും വിശ്വാസത്താലുള്ള പ്രാർത്ഥനകൾക്കും അതിന് ചിറക് മുളപ്പിക്കുവാൻ നാം നമ്മെ തന്നെ കൊടുക്കണം. വിശ്വാസം. ദാനിയേലിൻ്റെ പ്രാർത്ഥന ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. അവൻ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. ഇതൊരു പാരമ്പര്യമല്ല. നീണ്ട വർഷങ്ങളായി ദാനിയേലിൻ്റെ പ്രാർത്ഥന അനുദിനം വളരുകയാണ്. വളരുന്ന പ്രാർത്ഥന, കുറയുന്ന പ്രാർത്ഥനയല്ല, സാവധാനത്തിൽ പോകുന്ന പ്രാർത്ഥനയല്ല. അവൻ കാണുന്ന ദർശനങ്ങളും ദാനിയേൽ കാണുന്ന സ്വപ്നങ്ങളും അവൻ കണ്ട 70 ആഴ്ച വട്ടത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞതൊക്കെ ദാനിയേൽ ആ ദർശനങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ കയറ്റി ഇറക്കി അതിനെയെല്ലാം അവൻ വ്യാഖ്യാനിച്ചു. ദാനിയേൽ കണ്ട സ്വപ്നങ്ങളും ദർശനങ്ങളും സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ ഇറങ്ങി വരുന്നതും ആത്മമണ്ഡലം തുറന്നിരിക്കുന്നതുമായ പ്രാർത്ഥനകളായതുകൊണ്ട് ദാനിയേലിൻ്റെ പ്രാർത്ഥനകളിൽ വിരസതകൾ ഉണ്ടായിരുന്നില്ല. കാരണം അമാനുഷികമായ തലങ്ങൾ ആ പ്രാർത്ഥനയിൽ തുറന്നിരുന്നു. ഓരോ ദിവസത്തെയും പ്രാർത്ഥനകളിൽ ദർശനങ്ങളും വെളിപ്പാടുകളും ദൂതന്മാരുടെ വിസിറ്റേഷനുകളും അങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നവരുടെ
പ്രാർത്ഥനകളിൽ വിരസതകൾ ഉണ്ടാകില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ചോദിക്കണം, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക അനുഭവങ്ങൾ തരണമേ എന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദർശനങ്ങളും വെളിപ്പാടുകളും സ്വർഗീയ ദൂതന്മാർ കയറുന്ന ഇറങ്ങുന്ന അനുഭവങ്ങളും ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. നമ്മൾ അറിയുന്നില്ല നമുക്ക് ചുറ്റുമുള്ള ദൂതന്മാർ ഏതെല്ലാം തരത്തിലുള്ള കാവൽ കാക്കുന്ന ദൂതന്മാരുണ്ട്. ദാനിയേലിന് അങ്ങനത്തെ ദൂതന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേലിന്, പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് ഭയമില്ല. കാരണം അവന്റെ ദൂതനെ തിരിച്ചറിയാം. പലർക്കും അവരവരുടെ ദൂതന്മാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ളത് ഒരക്ഷരത്തിൽ കിടക്കാതെ അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി മെച്ചമാകുന്നത്. ദൂതൻ, ദാനിയേലിനറിയാം എൻ്റെ കൂടെ ഒപ്പം ചലിക്കുന്ന ദൂതന്മാരുണ്ട്. ദാനിയേലിനറിയാം ഈ ലോകത്തിലുള്ള ഒരു സിംഹത്തിനും എന്നെ വിഴുങ്ങാൻ കഴിയില്ല. അതിൻ്റെ വായടപ്പിക്കുന്ന ദൂതന്മാർ, എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്ക് കാവലായിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി സാധാരണ വ്യക്തിയല്ല. ആ വ്യക്തിയുടെ ധൈര്യം അസാധാരണമാണ്. ഇവിടെ നമ്മൾ വായിച്ച ചരിത്രം, ദാനിയേലിൻ്റെ ഈ പ്രാർത്ഥന അവനെ ഉയരങ്ങളിലെത്തിച്ചു. പർവ്വത ശിഖരങ്ങളിൽ എന്ന പോലെ ഒരു മനുഷ്യന് ഉയരാവുന്നതിൻ്റെ ഏറ്റവും മുകളിൽ ഏകദേശം 127ഓളം സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു രാജാവിൻ്റെ രണ്ടാമനായി തീരുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ രാജ്യം ഭരിക്കുന്നത് ദാനിയേലാണ്. ദാനിയേൽ പറയാതെ ആ രാജ്യത്തിൽ ഒരു ചലനമില്ല. അതുപോലെ രാജാക്കന്മാർ ബഹുമാനിക്കുന്ന, രാജാക്കന്മാർക്ക് പോലും ജ്ഞാനം പകർന്നു കൊടുക്കുന്ന, സ്വപ്നങ്ങളെ ദർശനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു ദാനിയേൽ, അവൻ്റെ അധികാരം എന്നുള്ളത് അതിശ്രേഷ്ഠമാണ്. എന്നാൽ ദാനിയേലോട് പലർക്കും അസൂയയുണ്ട്. കാരണം അന്യദേശത്തുനിന്ന് വന്ന ഒരുവൻ സ്വന്തം ദേശത്ത് ഉന്നതനായി മാറി. ഇതാണ് ആ ദേശക്കാരുടെ ഏറ്റവും വലിയ അസൂയ. നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്ന് പണിക്ക് വരുന്ന ഒരു ബംഗാളി നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനോ ഉയർന്ന ഉദ്യോഗസ്ഥനോ ആയി അവൻ്റെ തലമുറ മാറുമ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമം, അതിനെ വേണമെങ്കിൽ അസൂയ എന്ന് വിളിക്കാം. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്തുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത് അവർക്കെല്ലാവർക്കും ഉണ്ടായി. ദാനിയേലിനെ മറിക്കാൻ എന്ത് ചെയ്യാം? ആലോചിച്ചപ്പോൾ ദാനിയേൽ ഒരിക്കലും ഇളകി മാറാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന. എന്നാൽ ഇവൻ്റെ പ്രാർത്ഥനയെ ഇല്ലാതെയാക്കാം. എളുപ്പവഴി എന്താണ്? രാജാവിനെ കയ്യിലെടുക്കാം, അധികാരങ്ങളെ കയ്യിലെടുക്കാം. രാജാവിനോട് പറഞ്ഞു, രാജാവേ, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ഈ ജനങ്ങൾ വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്നൊരു നിയമം നടപ്പിലാക്കാൻ. രാജാവിന് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, അതിനോട് താല്പര്യവും തോന്നിയില്ല, താൻ വേണ്ടെന്നും പറഞ്ഞില്ല. രാജാവ് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ, നിങ്ങൾക്ക് എന്നോടൊന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ? പ്രാർത്ഥിച്ചു. അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ ഇത് ദാനിയേലിനെ മറിക്കാൻ വേണ്ടി ഒരു കൂട്ടം, ദാനിയേൽ കഴിഞ്ഞാൽ അടുത്തതായി നിൽക്കുന്നവർ ചെയ്ത പദ്ധതിയാണ്. കാരണം ദാനിയേൽ കഴിഞ്ഞാൽ അടുത്തതായി നിൽക്കുന്ന വ്യക്തികൾക്ക് ദാനിയേൽ മരിച്ചാൽ ആ സ്ഥാനത്തേക്ക് കുതിച്ചു കയറാൻ കഴിയും. ദാനിയേലിൻ്റെ കസേരകളിൽ, ദാനിയേലിൻ്റെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അത് ദാനിയേലിന് കൊടുത്തത് പ്രാർത്ഥനാ ജീവിതമാണ്.
അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസ ജീവിതമാണ്. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിടാൻ ഇതേ മാർഗമുള്ളൂ. അവർക്കെല്ലാവർക്കും അറിയാം ദാനിയേലിൻ്റെ ഭക്ഷണം വേണ്ടെന്ന് വെക്കാം, ദാനിയേലിൻ്റെ പല നന്മകളും മുടക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ദാനിയേലിൻ്റെ പ്രാർത്ഥന മുടക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആ രാജ്യത്തുള്ള സകലർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന. ദൈവത്തിൻ്റെ ദാസനായ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ, അവൻ്റെ ദൈവം ജീവനുള്ളതാണെന്നും അവൻ്റെ പ്രാർത്ഥനയ്ക്കും ജീവനുള്ളതാണെന്നും ദാനിയേൽ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചവനാണ്. അവനെ കൊല്ലണം, അവനെ മറിക്കാൻ ഒറ്റ പദ്ധതിയുള്ളൂ, രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അങ്ങനൊരു നിയമം നടപ്പിലാക്കി. അങ്ങനെ 30 ദിവസത്തെ പദ്ധതി ആരംഭിച്ച അന്ന് തന്നെ അന്നത്തെ മീഡിയക്കാർ ദാനിയേലിൻ്റെ വീടിൻ്റെ മാളിക മുറിയുടെ എതിർവശത്ത് ക്യാമറ അന്നത്തെ ആൾക്കാർ കൂടിയിരുന്നു. ദാനിയേൽ ഇനി പ്രാർത്ഥിക്കുമോ? ദാനിയേൽ ഒരു മലയാളി ആയിരുന്നെങ്കിൽ കഥകടച്ചിട്ട് പതുക്കെ പ്രാർത്ഥിച്ചേനെ. ദാനിയേലിന് ആരെയും പേടിയില്ല. ദാനിയേൽ സേവിക്കുന്ന ദൈവത്തെ ദാനിയേലിന് വ്യക്തമായിട്ട് അറിയാം. ദാനിയേലിന് ദൈവത്തിൽ മാത്രമല്ല വിശ്വാസം, ദാനിയേലിൻ്റെ പ്രാർത്ഥനയിലും വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. അതുകൊണ്ടാണ് ഏലിയ പറയും, ഇനി ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ ദാനിയേലിന് വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അറിയേണ്ട ഒരു സത്യം, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ട വിധത്തിലുള്ള വിശ്വാസം ഇന്നുവരെ ഇല്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ട പോലെ വിശ്വാസം ഉളവായാൽ നമ്മുടെ പ്രാർത്ഥനാ സമയം നമ്മൾ ഒരു കാരണവശാലും മാറ്റുകയില്ല. നമ്മുടെ പ്രാർത്ഥനാ സമയത്തെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായി, ഭക്ഷണത്തിൻ്റെ സമയത്തേക്കാൾ, എൻ്റർടൈൻമെൻ്റ് സമയത്തേക്കാൾ, കുടുംബത്തോടൊത്ത് ചിലവഴിക്കുന്ന സമയത്തേക്കാൾ ഏറ്റവും വിലയേറിയ സമയമായി ദാനിയേലിൻ്റെ ദൈവവുമായി ചിലവഴിക്കുന്ന സമയത്തെ ദാനിയേൽ ആസ്വദിച്ചിരുന്നു. പ്രാർത്ഥന ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിലനിൽക്കുന്ന നിരന്തരമായ ചലനാത്മകമായ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയെ കെട്ടിപ്പണിയാൻ കഴിയും. അന്നത്തെ ആൾക്കാർ, വിരോധികൾ കണ്ടുപിടിച്ചു, യെരൂശലേമിന് നേരെ തുറന്നിട്ട കിളിവാതിലിലൂടെ 3 നേരം പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടു. രാജ്യത്തെല്ലാവരും രാജാവേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തും പ്രാർത്ഥിക്കാൻ രാജ്യത്തുള്ളവർക്ക് മനസ്സാണ്. എന്നാൽ ദാനിയേലിന് തൻ്റെ പ്രാർത്ഥന മാറ്റാൻ കഴിയില്ല. അങ്ങനെ ദാനിയേലിനെ അവർ പിടിച്ചു, രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ദാനിയേൽ ചെയ്ത തെറ്റ് അവർ രാജാവിനോട് പറഞ്ഞു. രാജാവിനത് ഷോക്കായി. കാരണം ഇത് ദാനിയേലിന് കൊടുക്കുന്ന പണിയാണെന്ന് അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചും പോയി. രാജാവിന് പോലും ദാനിയേലിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അതുപോലത്തെ ഒരു കുരുക്കാണ് ഇതെന്ന് പിന്നത്തേതിൽ രാജാവ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വൈകിപ്പോയി. ദാനിയേലിനെ അവർ കൊണ്ടുപോയി സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു എന്നാണ്. അതിൻ്റെ അർത്ഥം ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീണു. സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇടുന്ന ഒരാളെ പതുക്കെ 4 ആൾ ഒരു കിടക്കയോടെ ഒരാളെ യേശു പാർക്കുന്ന വീടിൻ്റെ അകത്ത് ഓട് നീക്കി ഇറക്കിയതുപോലെ ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം ചാകാൻ പോകുന്ന ഒരുത്തനെ ഇട്ടുകളഞ്ഞാൽ മതി. അവൻ്റെ നടുവൊടിച്ച് അവൻ താഴെ വീഴുകയാണ്, ഒടിഞ്ഞ് അവൻ്റെ അസ്ഥികൾ തകർന്നവൻ ഗുഹയിൽ വീഴുകയാണ്. അല്ലെങ്കിൽ അവൻ എത്തുന്നതിന് മുമ്പ് സിംഹങ്ങൾ അവനെ ചാടി പിടിക്കുകയാണ്. ആ ഗുഹയുടെ വാതിൽ തുറക്കുമ്പോൾ തന്നെ സിംഹത്തിന് അറിയാം എൻ്റെ ആഹാരം വരുന്നതാണ്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. അടുത്ത ദിവസം രാജാവ്
അതിരാവിലെ എഴുന്നേറ്റ് സിംഹക്കൂടിൻ്റെ അടുക്കൽ ചെന്ന്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ വിടിവിപ്പാൻ പ്രാർത്ഥനായോ എന്ന് ചോദിച്ച ചോദ്യത്തിന് രാജാവിന് ദീർഘായുസ്സുണ്ടാകട്ടെ, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞ് ദാനിയേൽ പുറത്തു വരുന്ന ചരിത്രവും, ദാനിയേലിന് വിരോധമായി നിന്നവരെയെല്ലാം കുടുംബസഹിതം എല്ലാവരെയും ആ ഗുഹയിൽ ഇട്ടുകളഞ്ഞ ചരിത്രവും, അതൊരു കെട്ടുകഥയല്ല, ഈ ഭൂമിയിൽ നടന്ന പ്രാർത്ഥനയുടെ വില കൊടുത്ത ഒരുവന് വേണ്ടി ദൈവം ചെയ്ത ഒരത്ഭുത ചരിത്രമാണ്. പ്രാർത്ഥന രാജകീയമായ വിധികളെ പോലും മറികടക്കുവാൻ ശക്തിയുള്ളതാണ്. നിനക്കെതിരെ എത്ര വലിയ വിധികൾ വന്നാലും, മാനുഷിക വിധിയെ വെല്ലുന്ന രാജവിധികൾ പോലും നിനക്ക് എതിരെ വന്നാലും, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വില മുടക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ വിധി കൽപ്പിച്ചിട്ടുണ്ട് എന്ന സത്യം അറിയണം. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് ദാനിയേലിന്റെ അതേ പ്രവചനത്തിൽ 11:32 വാക്യത്തിൽ കാണുന്നു. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം ദൈവത്തെ നന്നായി അറിയണം. വിടുവിക്കാൻ കഴിയുന്ന ദൈവം, ദൂതന്മാരെ അയച്ച് കാക്കുന്ന ദൈവം. ദാനിയേൽ ആ ഗുഹയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൂതൻ നേരത്തെ ദൂതന്മാർ ചെന്നിട്ട് ആ സിംഹങ്ങളുടെ വാ അടച്ചു പൂട്ടി എന്നുള്ളതാണ് പിന്നെ ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. സിംഹങ്ങളുടെ വായടപ്പിക്കുന്ന ദൂതന്മാർ ദാനിയേലിന് എങ്ങനെ ഈ പ്രാർത്ഥനയിൽ ധൈര്യമുണ്ടായി? സിംഹങ്ങളെ കൈകാര്യം ചെയ്യാനും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനും കഴിയുന്ന ദാസന്മാരുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. വിധികളെ, രാജവിധികളെ പോലും മാറ്റിമറിക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതം, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനാ ജീവിതമെന്ന് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നു. നമുക്കറിയാം, മേശക്, ശദ്രക്, അബേദ്നെഗോ അവരുടെയും ചരിത്രം ഇതാണ്. ഈ ദൈവം വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മറ്റൊരു ദൈവം ഇല്ല. അവിടെ ദൈവത്തിന് ചലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തീക്കകത്ത് നടക്കുന്ന നാലാമനായി ഈ 3 പേരോടുകൂടെ, തീയിലെറിയപ്പെട്ട ഈ 3 പേരോടുകൂടെ നടക്കുന്ന ദൈവപുത്രനെയാണ് നെബൂഖദ്നേസർ രാജാവ് കാണുന്നത്. ഇവരുടെ ശരീരത്തിൽ തീയുടെ ഒരു ഗന്ധം പോലും പറ്റാതെ തീക്കകത്ത് അവരെ പരിപാലിച്ചത് തീയുടെ ബലത്തെ കെടുത്തുന്ന, രാജവിധിയെ മാറ്റിമറിച്ച ദൈവപ്രവർത്തിയാണ്. നമുക്ക് വിശ്വസിക്കാം, രാജവിധികളെ പോലും വിശ്വാസവും പ്രാർത്ഥനയും മറികടക്കും. രാജവിധികളെ മറികടക്കുന്ന വിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വിശ്വസിക്കാം. ഈ ഭാഗമെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ചിറകുമുളക്കട്ടെ, നമ്മുടെ വിശ്വാസം സജീവമാകട്ടെ. ഒരു സാധ്യതയുമില്ലാത്ത സിംഹക്കൂട്ടിലാണോ നിങ്ങൾ പുറത്തു വരും. പ്രാർത്ഥന നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനം കേട്ട ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയുടെ, സജീവമായ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ആവശ്യമാണ്. ഒരിക്കലും മാറാത്ത ഒരു പ്രാർത്ഥന ജീവിതം, ആർക്കും ഇളക്കിക്കളയാൻ കഴിയാത്ത നിരന്തരമായ ഒരു പ്രാർത്ഥന ജീവിത ശൈലി തന്നെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, ഈ കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ നല്ല പ്രാർത്ഥന അനുഭവത്തെ, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അനുഭവത്തെ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. രോഗബന്ധനങ്ങളെ മറികടക്കുവാൻ, ശാപത്തെ മറികടക്കുവാൻ, വീടിൻ്റെ ഇന്നത്തെ അവസ്ഥകളെല്ലാം മറികടക്കുവാൻ ഈ മക്കളുടെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥനയിൽ വെളിപ്പാടുകളും ദർശനങ്ങളും ഉണ്ടാകട്ടെ. ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ഇവർ കാണട്ടെ.
ദൈവപ്രവർത്തിക്കായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥനയെ സ്ഥിരപ്പെടുത്താം. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം നമുക്ക് സഭയിൽ ഉണ്ട്. ഈസ്റ്റർ സൺഡേ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിക്കുന്നു. രാവിലെ 8 മണി മുതൽ 11 മണി വരെയുള്ള നമ്മുടെ സഭായോഗത്തെ ആരുപേക്ഷയായി വിചാരിക്കരുത്. കടന്നു വരിക. ഓൺലൈനായിട്ടും നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു.